ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ലോങ് വീഡിയോ വന്നിട്ട് കുറച്ചായി. നമ്മുടെ എൻഗേജ്മെൻറ്റിനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഡിസംബർ 25 കേട്ടോ എൻഗേജ്മെൻറ്റ്. ഇതിപ്പോൾ ഡിസംബർ 10 അങ്ങനെ ആയിട്ടുള്ളൂ, 11 ഇന്ന് 10. അപ്പോൾ പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു ഷെയർ ചെയ്യാനുള്ളൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അജിയോന്ന് കുറച്ച് പ്രൊഡക്ട്സ് ഞാൻ ചിലപ്പോൾ ഇങ്ങോട്ടാവും നോക്കുന്നുണ്ടാവും. ആക്ച്വലി ഇവിടെ നോക്കി സംസാരിക്കാനായിട്ട് ബുദ്ധിമുട്ട്. അജിയോന്ന് കുറച്ച് പ്രൊഡക്ട്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത പ്രൊഡക്ട്സ് അവരായി. എനിക്ക് ചില പ്രൊഡക്ട്സ് എന്താ പറയുക, ഇതുണ്ടായിരുന്നു, റിട്ടേൺ ചെയ്യാനുണ്ടായിരുന്നു സൈസ് ഇഷ്യൂ ആയിട്ട്. അപ്പോൾ റിട്ടേൺ ചെയ്യാൻ വേണ്ടി ഞാൻ കൊടുത്ത സമയത്ത്, ഇപ്പോൾ പിന്നെ എല്ലായിടത്തും പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ കൺവീനിയൻസ്ലി പണ്ടൊരു ചാർജ് എടുക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ റിട്ടേൺ ചെയ്യാതിരിക്കാനാണ് ശ്രമിക്കാറ്. പക്ഷേ അജിയോന്ന് പർച്ചേസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള വെച്ചാൽ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടത്. കാരണം ഇവർ ഭയങ്കര ഡിലേ, ബാംഗ്ലൂരായിട്ട് എന്ത് ഡിലേ പിക്കപ്പ്, 16 ദിവസമൊക്കെയാണ് പിക്കപ്പിന് എടുക്കുന്നത്, 16 ദിവസം. അപ്പോൾ ഞാൻ നോർമലി നമ്മളിപ്പോൾ ആമസോൺ ആണെങ്കിലും ഫ്ലിപ്പ് ആണെങ്കിലും ഒക്കെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1-2 ദിവസത്തിനുള്ളിൽ നമുക്ക് എന്താ പറയുക സാധനം ഡെലിവർ ആവാറുണ്ട്. അതോടൊപ്പം തന്നെ പിക്കപ്പ് ചെയ്യാൻ പെട്ടെന്ന് തന്നെ ആൾ വരാറുണ്ട്. നമ്മളിപ്പോൾ റിട്ടേൺ ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും നമുക്കത് പെട്ടെന്ന് വിത്തിൻ 1 ഡേ ഒക്കെ പിക്കപ്പിന് ആൾ വരാറുണ്ട്. നമ്മളിപ്പോൾ ഇന്ന് ആമസോണൊക്കെ ആണെങ്കിൽ കേട്ടോ, എനിക്ക് അജിയോയിൽ വലിയ പരിചയമില്ലായിരുന്നു. പക്ഷേ ഇനി അജിയോ ജന്മം ഉണ്ടെങ്കിൽ ഞാൻ ഒരു വിശ്വാസത്ത് പർച്ചേസ് ചെയ്യില്ല. ഡയറക്റ്റ് ഷോപ്പിൽ പോയിട്ട് പർച്ചേസ് ചെയ്താലും ശരി, ഓൺലൈൻ പർച്ചേസ് ചെയ്യാണ്ടിരിക്കാനാണ് അജിയോ നല്ലത് തോന്നുന്നത്. ഇത് എപ്പോഴും ഇങ്ങനെയാണോ, അതിന് ഇപ്പോൾ വല്ല ഗ്ലിച്ചാണോ ബഗാണോ ഒന്നും മനസ്സിലാവില്ല. അവരുടെ കസ്റ്റമർ കെയർ ആണെങ്കിൽ ഇത്രയും വൃത്തികെട്ടൊരു കസ്റ്റമർ കെയർ ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല. ഇന്നലെ വിളിച്ചു. ഞാൻ ആക്ച്വലി ഒരു ഷർട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഡെനിമിൻ്റെ ഷർട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ആ സാധനം ഡെലിവറി ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് സൈസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ സ്മാൾ സൈസ് എടുക്കാൻ വേണ്ടിയിട്ട്, സ്മാൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ചേഞ്ച് ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ അവരത് ഓർഡർ ചെയ്തപ്പോൾ ടാഗ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവർ എക്സ്ചേഞ്ച് എടുക്കില്ല. അപ്പോൾ പിന്നെ ഞാൻ റിസ്ക് എടുക്കാനില്ല, കാരണം എനിക്ക് തന്നെ മനസ്സിലായി അവർ എക്സ്ചേഞ്ച് എടുക്കുന്നുണ്ടാവില്ല. സോ ഞാൻ എന്ത് ചെയ്തു, റിട്ടേൺ കൊടുത്തിട്ട് എത്ര ദിവസം കഴിഞ്ഞാൽ റിട്ടേൺ ഇതുവരെ എടുത്തിട്ടില്ല. അവർക്ക് അവരുടെ ഒരു പോളിസി ഉണ്ട്, 5 to 7 ബിസിനസ് ഡേയ്സിലോ അങ്ങനെ എന്തോ അവർ റിട്ടേൺ എടുക്കുള്ളൂ. പക്ഷേ വാട്ടവർ നമ്മുടെ പ്രൊഡക്ട്സ് ഞാൻ പ്രയോറിറ്റി പറഞ്ഞിട്ട്, അപ്പോൾ ഓൾറെഡി അവർ പിക്കപ്പ് ഡിലേഡ് കണ്ട് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചില്ല, പിക്കപ്പ് ഡിലേഡ് കണ്ട് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അതുണ്ട്. അപ്പോൾ ഒരു പിക്കപ്പ് ഡിലേഡ് ഒന്നല്ല, കറക്റ്റ് ആണ്. കാരണം എക്സ്പെക്റ്റഡ് ഒന്നാണ്, ഡെലിവറി ചെയ്യുന്ന വേറെ ഡേറ്റ് ആണ്. എന്ന് വെച്ചാൽ എക്സ്പെക്റ്റഡ് ഡെലിവറി ഓക്കെ. ഈ എക്സ്പെക്റ്റഡ് ഡെലിവറി ആണ് നമ്മളൊരു സാധനം ഓർഡർ ചെയ്യുമ്പോൾ നമുക്കത് ഇന്ന ഡേറ്റിന് വേണമെന്നുണ്ടാവും. ആ ഡേറ്റിന് അത് അവൈലബിൾ ആണെങ്കിൽ മാത്രമേ നമ്മളത് ഓർഡർ ചെയ്യുള്ളൂ, അല്ലേ? തീർച്ചയായിട്ടും എനിക്ക് അതുപോലെ തന്നെ. ഞാൻ ആദ്യം ഒരു ഷർട്ട് ഓർഡർ ചെയ്തു, അത് പിക്കപ്പ് എടുക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇത് വേഗം വന്നോട്ടെ, കാരണം എനിക്ക് നാട്ടിലേക്ക് പോകണമല്ലോ. അപ്പോൾ നാട്ടിലേക്ക് എത്താൻ കുറച്ചും കൂടി ലേറ്റ് ആവും. അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇപ്പോൾ പിടിച്ചത് വലുത് മാളത്തിൽ എന്ന് പറഞ്ഞ പോലെ പിക്കപ്പ് പോയിട്ടില്ല, സാധനം എനിക്ക് ഡെലിവറി ആയിട്ടില്ല. അത് മീൻസ് ഫസ്റ്റ് വന്ന പിക്കപ്പ് പോയിട്ടില്ല, രണ്ടാമത് ഞാൻ പേ ചെയ്ത് ഓർഡർ ചെയ്ത സാധനം എനിക്ക് ഡെലിവറി ആയിട്ടില്ല. അടുത്ത ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷനും ഇല്ല അവരുടെ, ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അത്ര ഷിപ്മെന്റ് കഴിഞ്ഞാൽ ക്യാൻസൽ, അതെനിക്കറിയാം. ഷിപ്മെന്റ് കഴിഞ്ഞാൽ ഒന്നിനും ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, വന്നിട്ട് റെഫ്യൂസ് ചെയ്യാൻ മാത്രമേ ഒരു ഓപ്ഷൻ ഉള്ളൂ. പക്ഷേ ഷിപ്മെന്റിന് മുന്നേ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് അവരുടെ സൈറ്റിന്റെ ഗ്ലിച്ചാണ്. ഞാൻ പറഞ്ഞു ഹയർ അതോറിറ്റിനെ കണക്ട് ചെയ്യാമെന്ന്. എന്നിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നോക്കിയിട്ട് ഒരാൾ അവൈലബിൾ അല്ലാത്തത്. എന്നിട്ട് തിരിച്ച് കോൾ ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കറിയാം കോൾ ബാക്ക് ചെയ്യുമോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞൂടാ. കോൾ ബാക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലത്, ചെയ്യില്ല നമുക്കൊന്നും ഇതിലൊന്നും ചെയ്യാനില്ല. എൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക്. ഞാൻ രണ്ടാമത് അവരെ ട്രസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഓർഡർ ചെയ്താണ്. അപ്പോൾ അജിയോന്ന് പർച്ചേസ് ചെയ്യുന്നവരൊന്ന് സൂക്ഷിച്ചോളൂ. അവർ പിക്കപ്പ് ഡെലിവറി ഒക്കെ ഡിലേ ആണ്, പേയ്മെൻറ്റ് ഡിലേ ആണ്, ഗ്ലിച്ചാണ്, സൈറ്റ് ഫുള്ള് ബഗ്ഗാണ്. ഞാൻ എൻ്റെ അജിയോൻ്റെ ആപ്പേ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു. എനിക്ക് ദേഷ്യം വന്നു. ഇവിടുന്ന് 4 പ്രൊഡക്റ്റ് റിട്ടേൺ എടുക്കാം, പിക്കപ്പിന് ഇരിക്കുന്നുണ്ട്. എനിക്ക് അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഒരു മെസ്സേജും ഞാൻ അവൈലബിൾ ഇല്ലാത്തതുകൊണ്ട് പിക്കപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കോൾ പോലും വന്നിട്ടില്ല ഗൈസ് അജിയോൻ്റെ ഭാഗത്തുനിന്ന്. പിന്നെ ഞാനിങ്ങനെ അവൈലബിൾ അല്ലാന്ന് അവർക്കറിയാം, ഞാൻ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഒരു വൃത്തികെട്ട മൂഞ്ചിയ സൈറ്റ് എന്നുണ്ടെങ്കിൽ അജിയോ ആണ്. എനിക്ക് അറിഞ്ഞൂടെ ഇപ്പം എന്താണെന്നുള്ളത്. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ എൻഗേജ്മെന്റ് അപ്പോൾ നാട്ടിലേക്ക് പോകാൻ. അപ്പോൾ ഞാൻ കുറച്ച് പാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാക്കിങ് നടന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ കേട്ടോ. കണ്ടോ, ഞാൻ അങ്ങനെ ഇതൊക്കെ വെച്ചിട്ടുള്ളൂ, പാക്കിങ് ഉണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനത് പറയാം. ഇത് മെയിൻലി ഇത് പറയാൻ വേണ്ടി വിളിച്ചാണ്. ഈ ഡ്രസ്സുകൾ പാക്കിങ്ങിൻ്റെ സമയത്താണല്ലോ ഒരുവിധം നമ്മളെല്ലാ ഡ്രസ്സും പൊടി തട്ടി കൂട്ടി ചെയ്യണത്. അപ്പോൾ കണ്ടോ, ഇത്രയും ഡ്രസ്സ് ഞാൻ ഇനി ഇതൊക്കെ പുറത്തേക്ക് ഇട്ടിട്ട് ഒന്നുകൂടി റീമടക്കി വെക്കണം. അപ്പോൾ ഓക്കെ ഗൈസ്, ഞാൻ പാക്ക് ചെയ്യുന്നത് കാണിച്ചാൽ നിങ്ങൾക്ക് ബോറാവില്ലേ? സോ ഞാൻ പാക്ക് ചെയ്യണമെന്നും കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും കാണാം. പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. ഓക്കെ, പക്ഷേ ഭയങ്കര കൺഫ്യൂഷൻ, ഏതൊക്കെ ഡ്രസ്സ് എടുക്കണം, ഇനി എന്തെങ്കിലും മറക്കുമോ എന്നൊക്കെ. ഓൾറെഡി ഞാൻ എൻഗേജ്മെൻറ്റ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി വീട്ടിലേക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞു, കൊറിയർ വഴി. അപ്പോൾ ഇനി കുറച്ച് ഡ്രസ്സ് സാധാരണ കൊണ്ടുപോകണം, കുറച്ച് ഡ്രസ്സ് നമുക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ ഗൈസ്. സ്റ്റുഡിയോയിൽ പോയി നമ്മളൊരു ബാഗ് വെച്ചിട്ടാണ്. പോകുന്ന സമയവും 6:12 ആയിട്ടുണ്ട്. നമുക്ക് ഷവർമ കഴിക്കാം. അപ്പോൾ നമുക്ക് ഷവർമ ഈ ഷോപ്പിൽ നിന്നാണ് കേട്ടോ ഗൈസ്. നമുക്ക് ഷവർമ കഴിക്കാം. ഷവർമ എടുക്കാം, കുറച്ച് മയോണൈസും എടുക്കുക.
അങ്ങനെ ഷവർമ്മയൊക്കെ കഴിച്ച് ട്രെയിൻ കയറാൻ പോയപ്പോഴത്തേക്കും ട്രെയിൻ മിസ്സായി ഗൈസ്. അങ്ങനെ ബാനസവാടി എത്തി കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്നു, അടുത്ത വല്ല ട്രെയിൻ ഉണ്ടോ നോക്കിയിട്ട്. പക്ഷേ ട്രെയിനൊന്നും ഇല്ലയെന്ന് അവർ പറഞ്ഞപ്പോൾ തിരിച്ച് ബാക്ക് ടു ഫ്ലാറ്റിക്ക് തന്നെ പോയി. ഇനിയുള്ള വീഡിയോ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. നെക്സ്റ്റ് ഡേ ബസ് ബുക്ക് ചെയ്തു ഗൈസ്. അങ്ങനെ വീണ്ടും ഇന്ന് നമ്മൾ നാട്ടിലേക്ക് വേണ്ടിയിട്ട് ബസ് ബുക്ക് ചെയ്തു. ട്രെയിനിന് കിട്ടില്ല. സോ അങ്ങനെ ഞാൻ പോണ വഴിക്ക് മാരുനഗറിൽ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അമ്പലം റിലേറ്റഡ് ആണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ അന്നും ബസ് കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്ന ക്യാബായിരുന്നു, അത് പോയി. ഇവിടെ നിർത്താൻ പറ്റില്ലല്ലോ. നമ്മളിപ്പോൾ ഈ സമയത്ത് പോയിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് അവിടെ ഫോറസ്റ്റ് അടയ്ക്കില്ല നമ്മൾ. അതെയോ, നമ്മളെ ബസ് അതാണ് കേട്ടോ. അങ്ങനെ രാവിലെ നാട്ടിലെത്തി ഗൈസ്. നാട്ടിൽ മലപ്പുറം വരെയാണ് ബസ്സുള്ളത്. മലപ്പുറത്ത് നമ്മൾ അച്ഛനമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ കൂടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്രാവശ്യം അത്യാവശ്യം നല്ല ലഗേജ് ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരുവിധം ഡ്രസ്സൊക്കെ ഞാൻ കൊറിയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലേക്ക്. പിന്നെ അന്നത്തെ ദിവസം തന്നെ ഞാൻ ബ്ലൗസൊന്നും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സ്റ്റിച്ച്ഡ് ബ്ലൗസാണ്, പക്ഷേ അതൊന്നുകൂടി ഓൾട്രേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അന്ന് മലപ്പുറത്ത് എന്തോ ജാതിയോ കാര്യങ്ങളോ ബ്ലോക്ക് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പോകുമായിരുന്നു. പക്ഷേ അന്ന് അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും വീടാകെ മാറിയിട്ടുണ്ടായിരുന്നു, പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞുകൊണ്ട്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ രാവിലെ വീട്ടിലെത്തി ചായ കുടിക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് ഗൈസ് എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ഡ്രസ്സ്. അപ്പോൾ ഇനി ഇത് റിവീൽ ചെയ്താലും കുഴപ്പമില്ല, നിങ്ങൾ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ എന്താ വീട്ടിലെത്തി. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ നമുക്ക് ചായ വേണം. പാലുണ്ടെങ്കിൽ ഞാൻ ആ കാപ്പി ഉണ്ടാക്കാം, ആ പുതിയ ഫ്ലേവറിലുള്ള. ഗൈസ്, അപ്പോൾ ഞാൻ എൻഗേജ്മെൻറ്റിന് വന്ന കാരണം തന്നെ ഇവിടെ ഞാൻ ഡ്രസ്സ് എന്തായാലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഞാൻ ഡ്രസ്സ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരണോ ഗൈസ്? അപ്പോൾ വീട്ടിൽ ഒരുപാട് ചേഞ്ചസ് ഒക്കെ ഉണ്ട് കേട്ടോ. വീട്ടിൽ കുറേ പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം. ഇന്ന് പൂരിയാണ് ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ പെയിൻ്റ് എല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ കേട്ടൻ ഫിറ്റ് ചെയ്യണം. കേട്ടൻ കുറേ ആളായി വിചാരിക്കണു, എന്താ പറ്റിയാറില്ല ഗൈസ്, വീഡിയോ പെട്ടെന്ന് സ്റ്റാക്കായിപ്പോയി. അപ്പോൾ നമുക്ക് എന്തായാലും കേട്ടൻ സെറ്റാക്കണം. പിന്നെന്താ, വേറെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഇവിടെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നിങ്ങളൊക്കെ ഡ്രസ്സ് ഇടുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ബൈ ഗായ്സ്, ഫുഡ് കഴിച്ചിട്ട് കാണാം. ഇഡ്ഡലിയും പൂരിയൊക്കെ കഴിക്കാൻ സുഖം. ഞാനൊന്നും ചില കഴിക്കാറ്. ചിക്കൻ്റെ പ്ലേറ്റ് അതാണ്ട് പിന്നിലുണ്ട് തോന്നുന്നുണ്ടല്ലോ അവിടെ. ഗൈസ്, നമ്മൾ തറവാട്ടിൽ മുകളിലെത്തി. വളരെ വൃത്തിയായി കിടക്കാണ് അവിടെയൊക്കെ, പക്ഷെ കുഴപ്പമില്ല. ക്ലീനിങ്ങാ തോന്നുന്നുണ്ടല്ലേ താഴെയൊക്കെ. അടിച്ചു വാരലാണ് പണ്ട് ഗൈസ്. ഇത് വളരെ എൻ്റെ ഒക്കെ കുട്ടിക്കാലത്ത് ഞാനൊക്കെ ഇവിടെ തന്നെയാണ് മാറുന്നത്. അപ്പോൾ ഇത് ഭയങ്കര എന്താ പറയാ, നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. അതെ, അങ്ങനല്ല. ഈ സ്ഥലത്ത് ഞാൻ ഒരു സാധനം കാണിച്ചു തരാം. നിങ്ങൾക്ക് എന്നെ കാണണ്ടോന്ന് അറിയില്ല, കാണണ്ടാവുമായിരിക്കുമല്ലേ? അവിടെ ഇവിടെ റൗണ്ട് ഉണ്ട്, അത് നമ്മളെ ഹെഡിന്റെ അവിടെ ഇരുന്ന് വേണം ഓർമ്മ. അപ്പൊ ഇത് ഭയങ്കര ഹൈറ്റിലെത്തി ഗൈസ്, കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ നോക്കി ഇത്ര കൊല്ലം കണ്ടി ഇപ്പോഴതൊക്കെ കാണുന്നത്. കാരണം നമ്മൾ ചവിട്ടുന്ന സ്ഥലം ഇവിടെയാണ്. ഈ സാധനം ഇവിടെ ഇവിടെ തടിയൊക്കെ വെച്ച ഹൈറ്റ് കൂടിയതാണ് ഇതിന്റെ റീസൺ. പക്ഷെ നമുക്കിതൊരു അത്ഭുതമാണ്. പണ്ട് ഞാൻ നിൽക്കുമ്പോൾ ഇതിന്റെ തലേന്റെ ഹൈറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോ ഇത് നമ്മുടെ ഷോൾഡറിന്റെ പോലുമല്ല, മുട്ടുകാലിന്റെ അവിടെ പോലുമല്ല ഗൈസ്. ഞാൻ നിങ്ങൾക്ക് ഒരു റൂം കാണിച്ചു തരാം. ഈ റൂം പണ്ട് ഞങ്ങൾക്ക് ഒരു നൊസ്റ്റാൾജിയ റൂമാണ്. പറയുമ്പോൾ ഞാൻ ഇവിടെ കടന്നിട്ടേ ഇല്ല. താഴത്തെ റൂമിലായിരുന്നു ഞാനും അമ്മ അച്ഛനും കടന്നിരുന്നത്. പക്ഷെ സ്റ്റിൽ ഈ റൂം നമുക്ക് പറയില്ല. ഇതിന് തട്ടുമ്പറൊക്കെ നോക്കുക ഗൈസ്. ദിസ് ഇസ് ഒറിജിനൽ മരംസ്. ഓക്കെ, ദേവികയുടെ സ്റ്റഡി റൂമാണല്ലേ ദേവിക? അതിപ്പോൾ ദേവികയുടെ റൂമാണല്ലേ ഇത്?
അതോ മാളുവിന്റെയാ? അങ്ങനൊന്നുമില്ല, ഇതൊക്കെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? മാളുവിന്റെയാ? അങ്ങനൊന്നുമില്ല മോളെ, എല്ലാവരുടെയും റൂമാണ്. എല്ലാരും റൂമാണ് ഗൈസ്. പക്ഷെ ഇവിടെ ആരെ കടക്കിലേക്കല്ലേ? അപ്പൊ തന്നെ റൂം സിമ്പിൾ. അപ്പൊ ഇതാണ് ദേവികയുടെ റൂം. എനിക്ക് ഈ വ്യൂ ഭയങ്കര ഇഷ്ടമായിട്ടോ. പണ്ട് ഇഷ്ടമായിരുന്നു. പക്ഷെ ഈ റൂമില്ലേ പണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ബാത്റൂം ഇപ്പൊ കണ്ടോ ഇവര് ഇതിപ്പോ സെറ്റപ്പ് ആക്കി ഇങ്ങനെയൊക്കെ ആക്കി. അമ്മേ ഇതെങ്ങനെ തുറക്കും? ഇത് തുറക്കലില്ലേ? ആ കണ്ടോ ഇപ്പൊ ഇങ്ങനത്തെ സെറ്റപ്പ് വെച്ചിട്ടുണ്ട്. കുളിക്കും ഇവിടുന്ന്. ബാത്റൂം പോവാ ഗൈസ്. ഇത് നമ്മൾ ദേവിക ഉണ്ടാക്കിയതാണ്. ഇത്ര ഇതൊക്കെ ഇഷ്ടമായിട്ടുണ്ട്. ഇതിൽ തിളക്കണ്ട, നമുക്ക് കാണുമെന്ന് അറിയില്ല. ഇതിൽ അതേപോലെ തന്നെ തിളക്കണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. എനിക്ക് റൂം ഭയങ്കര ഇഷ്ടമായി. ഞാൻ എപ്പോഴാണ് ഇതിങ്ങനെ സ്റ്റഡി റൂമാക്കി എടുത്ത് ഞാനിപ്പോൾ ആദ്യമായിട്ട് കാണാം. അപ്പം അടുത്ത് ഇങ്ങനെ ചെയ്തതാ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒന്നും ഇല്ലായിരുന്നല്ലോ അങ്ങനെ ഒന്നും. ഞാൻ ഈ റൂമിലേക്ക് കയറാറില്ല. കാരണം അധികവും ഇവർ ഇരുന്ന് പഠിക്കല് അവിടെയാണ്. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടൊരു ബാൽക്കണി ഉണ്ട്, അവിടെ ഇരുന്ന് പഠിക്കല് ഞാൻ കാണില്ലേ അല്ലേ? ദേവിക ആ റൂമിലും. പക്ഷെ പോകുമ്പോൾ പോലും ഈ ആ റൂമിൽ ഇരുന്നിട്ടാണ് പഠിച്ചത്. പിന്നെ ഞാനങ്ങനെ കൈസ് ഇത് കാണാനാണ്. ഇത് കമ്പ്യൂട്ടറിൻ്റെ സ്റ്റാൻഡാണ്. എന്നാ പഠിച്ചോട്ടെ, പഠിച്ചോ എന്നാലേ പറയാൻ പറ്റുള്ളൂ. പിടി ഞാൻ മറ്റേ ഈ സാധനം അതേപോലെ തന്നെ തിളക്കം വരും. നല്ല തിളക്കം വരും. എന്ത് വളവള തിളങ്ങുന്നത് പോലെ. ഇതൊക്കെ ഇഷ്ടമായി. കളറ് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അന്ന് തന്നെ വൈകുന്നേരം മലപ്പുറത്തുള്ളൊരു ഷോപ്പിൽ ഞാൻ ആ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ പോയിട്ടോ. മിൻ അറ്റയർ അതാണ് എൻ്റെ പേര്. അങ്ങനെ അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ പോയി. അപ്പോൾ അവരെനിക്ക് 5 ദിവസത്തിൻ്റെ ഉള്ളിൽ തരാമെന്ന് പറഞ്ഞു. ഞാൻ കൊടുത്തു. അത് വ്യത്യാസമില്ലേ? എന്ത് വ്യത്യാസമുണ്ട്? കളറ് എൻ്റെ റാണി പിങ്ക് കളറാണ്. രസം ഉണ്ടാവും. പിന്നെ അവിടെ തന്നെയുള്ള പ്രീതിയിലൊക്കെ ഒന്ന് പോയി. പക്ഷേ പ്രീതിയിൽ നിന്നൊന്നും പർച്ചേസ് ചെയ്തില്ല. വലിയ കളക്ഷൻസ് ഒന്നും തോന്നിയില്ല. അതുകൊണ്ട് ജസ്റ്റ് പോയിട്ട് പോന്നു. നമുക്ക് ഇവിടുത്തെ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനൊരു സാധനം ഇട്ട് എൻ്റെ മിക്കി മൗസിന് ഇങ്ങോട്ട് മാറ്റി ഗൈസ് പെയിൻറ്റ് ചെയ്തപ്പോൾ. അപ്പോൾ ഇങ്ങനൊരു സാധനം ഇട്ട് വെച്ചിട്ട് നമുക്കിത് പറിച്ചെടുക്കാം. അത് പറിച്ചെടുക്കാം. ഈശ്വര